We shall now discuss about multiplication of vectors. രണ്ട് തരത്തിലുള്ള വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യത്തെ സ്കാലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. ഇതിൽ സപ്പോസ് വി ഹാവ് ടു വെക്റ്റേഴ്സ് എ ആൻഡ് വെക്റ്റർ ബി. അപ്പോൾ എ ഡോട്ട് ബി സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡോട്ട് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ആസ് എ ബി കോസ് തീറ്റ, where theta is the angle between a vector and b vector. അപ്പോൾ നമുക്ക് ഈ എ ഡോട്ട് ബി കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് ഒരു സ്കാലാർ ആയിരിക്കും. ഇതിൻ്റെ ആൻസർ ഒരു നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്കാലാർ ആയിരിക്കും. അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്റ്റേഴ്സ്. ഇപ്പോൾ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ, if theta is the angle between A and B, then their dot product or scalar product A dot B equal to AB cos theta. അപ്പോൾ suppose A is parallel to B, A parallel to B ആണെങ്കിൽ A dot B പറയുന്നത് AB cos 0 ആവും അല്ലേ. രണ്ടും പാരലൽ ആവുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആവും. cos 0 is equal to 1. so the answer is A into B. അപ്പോൾ ഇവിടെ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ് ഇത് വരുന്നത്, എ ഡോട്ട് ബി. ഇനി സപ്പോസ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, എ വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ബി വെക്റ്റർ ആയാൽ എ ഡോട്ട് ബി പറയുന്നത് എ ബി കോസ് 90, കോസ് 90 ഈസ് ഈക്വൽ ടു 0. സോ എ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു 0. സോ രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ നമുക്കതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. സ്കാലാർ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. ഇനി ഇഫ് എ ഈസ് ഓപ്പോസിറ്റ് ടു ബി, ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ എ വെക്റ്റർ ഇങ്ങനെയും ബി വെക്റ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വിചാരിക്കുക. അപ്പോൾ എ ഡോട്ട് ബി എന്തായിരിക്കും? എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ്, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. എ ബി കോസ് 180 ഈക്വൽ ടു മൈനസ് എ ബി. if A is opposite to B, രണ്ട് വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ദ ഡോട്ട് പ്രോഡക്റ്റ് ഓർ സ്കാലാർ പ്രോഡക്റ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് 180 ഈക്വൽ ടു മൈനസ് എ ബി. ഇനി സ്കാലാർ പ്രോഡക്റ്റിൻ്റെ വേറൊരു പ്രോപ്പർട്ടി, സ്കാലാർ പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. Now we know that vector A is equal to, അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് എഴുതുമ്പോൾ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. അതേപോലെ വെക്റ്റർ ബീൻ്റെ കമ്പോണൻസ് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത്, വെക്റ്റർ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആദ്യം എ എക്സ് ഐ കൊണ്ട് ഇതിലെ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ എക്സ് ഐ ഡോട്ട് ബി എക്സ് ഐ അത് ചെയ്യണം. പിന്നെ എ എക്സ് ഐ ഡോട്ട് ബി വൈ ജെ ചെയ്യണം. അതിന് മുമ്പ് വി ഷുഡ് നോ ദ ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റേഴ്സ്. അതായത് ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഐ ജെ കോസ് 90 ആണ് അല്ലേ. കാരണം ഐയും ജെയും, ഐ ഈസ് എലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് ജെ ഈസ് എലോങ് ദ വൈ ആക്സിസ്. അപ്പോൾ ഐൻ്റെയും ജെയിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. കോസ് 90 ഈസ് ഈക്വൽ ടു 1, cos 90 is equal to 0. So I dot j എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതേപോലെ ജെ ഡോട്ട് കെ, ജെയും കെയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ കോസ് 90 0 വരും. അതേപോലെ കെ ഡോട്ട് ഐ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആണ് ഐ ജെ കെ. അതുകൊണ്ട് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ജെ ഡോട്ട് ഐയോ ഐ ഡോട്ട് ജെ ഇതെല്ലാം 0 ആയിട്ട് വരും. ഇനി വാട്ട് എബൌട്ട് ഐ ഡോട്ട് ഐ? ഐ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ ഐ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലേ. 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0, കോസ് 0 ഈസ് 1. സോ ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1. അതേപോലെ ജെ ഡോട്ട് ജെ ഈസ് 1 ഇൻറ്റു കോസ് 0 ഈസ് അഗെയിൻ 1. സിമിലർലി കെ ഡോട്ട് കെ ഈക്വൽ ടു 1. അപ്പോൾ സെയിം വെക്റ്റേഴ്സ് ആകുമ്പോൾ കോസ് 0 1 ആയതുകൊണ്ട് ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ
ഡോട്ട് കെ ഇതൊക്കെ 1 ആണ്. പെർപെൻഡിക്കുലർ ആയ വെക്റ്റേഴ്സ് ഡോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഐ ഡോട്ട് ഐ എന്നുള്ള ടേം മാത്രം 1 ആയിട്ട് വരും. പിന്നെ ഐ ഡോട്ട് ജെ 0 ആണ്, ഐ ഡോട്ട് കെ 0 ആണ്. സോ വി ഹാവ് എ എക്സ് ബി എക്സ് ഐ ഇൻറ്റു ഐ ഡോട്ട് ഐ പറയുന്നത് 1, ഐ ഡോട്ട് ജെ 0 ആയി, ഐ ഡോട്ട് കെ 0 ആയി. പിന്നെ നമ്മൾ അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ ഡോട്ട് ഐ എന്നുള്ളത് 0 ആവും, ജെ ഡോട്ട് ജെ മാത്രം 1 ആവും, ജെ ഡോട്ട് കെ 0 ആവും. സോ ദ ആൻസർ വിൽ ബി എ വൈ ബി വൈ. സിമിലർലി ഈ തേർഡ് ടേം കൊണ്ട് ഓരോ ടേമും ഡോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ഡോട്ട് ഐയും കെ ഡോട്ട് ജെയും 0 ആവും, കെ ഡോട്ട് കെ മാത്രം ഉണ്ടാവും 1. സോ ഇറ്റ് ഈസ് എ സെഡ് ബി സെഡ്. സോ ദിസ് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. എ ഡോട്ട് ബി പറയുന്നത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 2 വെക്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കമ്പോണൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. നൗ സം എക്സാമ്പിൾസ് ഫോർ സ്കാലാർ പ്രോഡക്റ്റ്. ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സിമിലർലി പവർ, വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് വെലോസിറ്റി. അപ്പോൾ എഫ് ഡോട്ട് വി, പവർ എന്ന് പറയുന്നത് എഫ് ഡോട്ട് വി ആണ്. അപ്പോൾ എക്സാമ്പിൾസ് ഫോർ സ്കാലാർ പ്രോഡക്റ്റ് ആർ വർക്ക് ആൻഡ് പവർ. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഷോ ദാറ്റ് 2 വെക്റ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ we have to show that their dot product is 0. So we have 2 vectors 2i minus 3j plus 4k. ഇതാണ് വെക്റ്റർ എ. വെക്റ്റർ ബി ഈസ് minus 4i minus 4j minus k. ഷോ ദാറ്റ് ദ 2 വെക്റ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർമുല എഴുതുക. എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് ആണ് എ ഡോട്ട് ബി. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ 2 ഇൻറ്റു -4 അല്ലേ, എ എക്സ് ബി എക്സ് പറയുന്നത് 2 ഇൻറ്റു -4 പ്ലസ് -3 ഇൻറ്റു -4 പ്ലസ് പിന്നത്തെ 4ഉം ഇവിടെ മൈനസ് കെ എന്നാണ്, അതായത് 4 ഇൻറ്റു -1, 4 ഇൻറ്റു -1 അല്ലേ. ഇതിൽ എ എക്സ് ബി എക്സ്, എ എക്സിന് വരാൻ 2, ബി എക്സ് -4, എ വൈ ആണ് -3, ബി വൈ പറയുന്നത് -4, എ സെഡ് ഈസ് 4 ആൻഡ് ബി സെഡ് പറയുന്നത് -1. അപ്പോൾ 2 ഇൻറ്റു -4 -8 പ്ലസ് -3 ഇൻറ്റു -4 എന്താണ് +12, 4 ഇൻറ്റു -1 -4. അപ്പോൾ -8 + 12 എന്ന് പറയുന്നത് +4 -4 ഈക്വൽ ടു 0. അപ്പോൾ സിൻസ് എ ഡോട്ട് ബി ഈക്വൽ ടു 0, എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ.